മൂവാറ്റുപുഴ കദളിക്കാട് വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ കാർ ഇടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ച പ്രതികളുടെ 3 സുഹൃത്തുക്കൾ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ പ്രതികളെ തിരിച്ചറിഞ്ഞുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പം ജെയിൻ എസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, ഇപ്പോൾ ഈ SI ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഈ ഇടിച്ചിട്ട ആളുകളുടെ 3 സുഹൃത്തുക്കളാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇവരിൽ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ജലക്ഷ്മി, ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഓരോരുത്തരായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ ഈ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. ഈ SI വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച 2 പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ കേസിലെ 1-ാം പ്രതി മുഹമ്മദ് ഷെരീഫാണ് എന്നുള്ളതാണ്. ഇദ്ദേഹം ഇടുക്കി മണിയാറൻകുടി സ്വദേശിയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി തൊടുപുഴയിലും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയ്ക്ക് സമീപം ആനക്കാടുമാണ് ഇയാൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്നത് ഹാഫിസ് നിസാർ എന്ന് പറയുന്ന തൊടുപുഴ സ്വദേശിയാണ്. ഇയാൾ വെങ്ങല്ലൂർ ഭാഗത്താണ് താമസിക്കുന്നത്. ഇയാളാണ് ഈ മുഹമ്മദ് ഷെരീഫിനൊപ്പം വാഹനത്തിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ഈ വാഹനം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തൊടുപുഴയ്ക്ക് സമീപം ഈ വാഹനം കണ്ടെത്തി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഈ പ്രതികൾ രണ്ടും ഈ പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ട്. അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല. എങ്കിലും വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി അല്ലെങ്കിൽ പരിക്കേറ്റ മുഹമ്മദ്, അദ്ദേഹം തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തെ ഇന്നലെ രാത്രി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം തൃപ്തികരം. ഈ ഒരു പരിക്കേറ്റ SI ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ അദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇപ്പോൾ ഈ പ്രതികളുടെ 3 സുഹൃത്തുക്കളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവരെ ചോദ്യം ചെയ്യുകയുമാണ്. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.